നമസ്കാരം. ഒരു പുതുവർഷം കൂടി പിറക്കുകയാണ്. ആദ്യം തന്നെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ. പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായാണ് നാം ഓരോരുത്തരും 2026 വരവേൽക്കുന്നത്. ഈ പുതുവർഷത്തിൽ നമ്മുടെ വീടുകളിൽ ഐശ്വര്യവും സന്തോഷവും നിറയ്ക്കുവാൻ നമുക്ക് ചെയ്യാവുന്ന ലളിതമായ ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി വീട് വൃത്തിയാക്കി വയ്ക്കുക എന്നത് തന്നെയാണ്. ഐശ്വര്യം വരുവാൻ ആദ്യം വേണ്ടത് ശുചിത്വമാണ്. ഉപയോഗശൂന്യമായ പാത്രങ്ങൾ, പൊട്ടിയ ഗ്ലാസുകൾ, നിലച്ച ക്ലോക്കുകൾ, കീറിയ കലണ്ടറുകൾ, ഇങ്ങനെ ഉപയോഗശൂന്യമായ എല്ലാ സാധനങ്ങളും വസ്ത്രങ്ങളും നമ്മൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. ഇവയെല്ലാം തടസ്സങ്ങളുടെ പ്രതീകമാണ്. ഇത്തരം സാധനങ്ങൾ മാറ്റിയാൽ തന്നെ വീട്ടിൽ നിന്നും നെഗറ്റീവ് എനർജി മാറി നിൽക്കുന്നതാണ്. രണ്ടാമതായി വീട്ടിലെപ്പോഴും പോസിറ്റീവായുള്ള സംസാരങ്ങൾ മാത്രം ശീലിക്കുക. അതായത് പുതുവർഷത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ വീട്ടിൽ വഴക്കോ തർക്കങ്ങളോ ഒഴിവാക്കുക. സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പരസ്പര ബഹുമാനത്തോടെയുമുള്ള സംസാരങ്ങൾ വീട്ടിൽ ശീലമാക്കുക. ഇത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര ഐക്യവും ഉണ്ടാക്കുന്നു. അതുതന്നെ ഒരു നല്ല തുടക്കമാണ്. നിത്യേന നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ഒരു നല്ല തുടക്കം തന്നെയാണ്. വീട്ടിൽ ചെയ്യാവുന്ന ഏറ്റവും ഐശ്വര്യപ്രദമായ ഒരു പ്രവൃത്തിയാണ് ദിവസേനയുള്ള നിലവിളക്ക് കൊളുത്തൽ. അത് പല ആളുകളും അവരവരുടെ സൗകര്യാർത്ഥം രാവിലെയും വൈകിട്ടും അല്ലെങ്കിൽ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു നേരം മാത്രമോ ചെയ്യാവുന്നതാണ്. ഇത് വീട്ടിലും കുടുംബാംഗങ്ങളുടെ മനസ്സിലും ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷം നിറയ്ക്കുന്നു. മാനസിക പിരിമുറുക്കത്തിൽ നിന്നും നല്ലൊരു റിലാക്സേഷൻ കൂടിയാണ് ഇത്തരം സാഹചര്യങ്ങൾ. അതിനാൽ ഇതുവരെ അത് ശീലമാക്കാത്തവർ പുതുവർഷത്തിൽ തന്നെ അതൊരു ശീലമാക്കി മാറ്റുക. അടുത്തതായി ഉമ്മറവാതിൽ വൃത്തിയായി സൂക്ഷിക്കുക. വീടിൻ്റെ പ്രധാന വാതിൽ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. കാരണം ഐശ്വര്യം അകത്തേക്ക് കടന്നു വരുന്നത് ഉമ്മറവാതിലിലൂടെ അഥവാ മുൻവശത്തെ വാതിലിലൂടെയാണ്. അതിനാൽ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സർവ്വ ഐശ്വര്യങ്ങളും ഉമ്മറപ്പടിയിലൂടെ നമ്മുടെ വീട്ടിലേക്ക് കടക്കട്ടെ. ഇത് പുതുവർഷത്തിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് നല്ലൊരു പുണ്യപ്രവൃത്തിയായി കരുതുന്നു. അതിനാൽ നമ്മുടെ പരിസരത്തോ പറമ്പിലോ കാണുന്ന പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണവും വെള്ളവും നൽകുക. ഇനിയും പുതുവർഷത്തിൽ വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സാമ്പത്തികമായ അച്ചടക്കം. പുതുവർഷത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അനാവശ്യമായ ചിലവുകളോ ബാധ്യതകളോ കടങ്ങളോ വരുത്തി വയ്ക്കരുത്. ഇക്കാര്യത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. അത് ആ വർഷത്തെ തന്നെ സാമ്പത്തിക ഐശ്വര്യത്തെയും അഭിവൃദ്ധിയെയും ബാധിക്കുന്ന കാര്യമാണ്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. പുതുവർഷാരംഭം ദാനധർമ്മങ്ങൾ ചെയ്യുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്നത് ഐശ്വര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് കാരണമാകുന്നു. അതുപോലെ തന്നെ ദിവസേന ഭംഗിയുള്ള ഒരു ഓട്ടുരുളിയിൽ വെള്ളമൊഴിച്ച് അതിൽ പൂക്കളിട്ട് വയ്ക്കുന്നത് ഐശ്വര്യത്തിനും സമാധാനത്തിനും കാരണമാകുന്ന ഒരു പ്രവൃത്തിയാണ്. അതിനാൽ ദിവസേന ഇത് വീടുകളിൽ ചെയ്യുന്നത് ഉത്തമമാണ്. അതുപോലെ തന്നെ പുതുവർഷാരംഭത്തിൽ ഉപ്പുവെള്ളം കൊണ്ട് തറ തുടയ്ക്കുന്നത് വളരെ നല്ലതാണ്. അതായത് ഉപ്പുകല്ല് കലർത്തിയ വെള്ളം വീട്ടിൻ്റെ തറ തുടയ്ക്കുവാൻ ഉപയോഗിക്കുന്നത് നല്ലതായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ അടുക്കളയിലെയും മറ്റും അഴുക്കുകൾ നീക്കം ചെയ്ത് വൃത്തിയാക്കി വയ്ക്കണം. ഏറ്റവും ഐശ്വര്യപ്രദമായൊരു പ്രവൃത്തിയാണ്. കാരണം അന്നപൂർണേശ്വരിയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് അടുക്കള. അതിനാൽ വൃത്തിയോടും വെടിപ്പോടും കൂടി അടുക്കള സൂക്ഷിക്കുന്നത് ഐശ്വര്യപ്രദമായി കണക്കാക്കുന്നു. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ കേവലം ആചാരങ്ങൾ മാത്രമല്ല, മറിച്ച് നമ്മുടെ വീടിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കുവാനുള്ള വഴികൾ കൂടിയാണ്. ഐശ്വര്യം എന്നത് പുറത്തുനിന്ന് വരേണ്ട ഒന്നല്ല. അത് നമ്മുടെ ഉള്ളിലും നാം ജീവിക്കുന്ന ചുറ്റുപാടിലും നാം തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യം എന്നത് നമ്മുടെയൊക്കെ വീട്ടിലെ സന്തോഷമുള്ള മുഖങ്ങളാണ്. എത്ര വലിയ പൂജകൾ നടത്തിയാലും വീട്ടിൽ സ്നേഹവും സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ അതിനൊന്നും ഒരർത്ഥമുണ്ടാവുകയില്ല. അതിനാൽ ഈ പുതുവർഷത്തിൽ വീടിനോടൊപ്പം നമ്മുടെ മനസ്സും ഒന്ന് വൃത്തിയാക്കി വിദ്വേഷവും പരിഭവവും മാറ്റിവെച്ച് സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാവർക്കും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.